എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ റാഗിയുടെ സേമിയം ഉപ്മാവ് ഉണ്ടാക്കാനാട്ടോ. നല്ല ടേസ്റ്റാണ് സംഭവം. അപ്പം ഇന്ന് എൻ്റെ കെട്ടിയവൻ രാവിലെ അല്ലേ ചോറുണ്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു വേഗം അതുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചോറുണ്ട്, ഉപ്പേരിയുണ്ട്, രസമുണ്ട്, മുളക് വറുത്തതുണ്ട്, ഒന്നും വേണ്ട അല്ലേ. ഇത് തേങ്ങ അരവിയ പാത്രത്തിലിട്ട് ഇന്നലെ അല്ലേ നമ്മളെ പാലക്കാട് പോയിട്ട് നമ്മുടെ കുഞ്ചൂസ് നമുക്ക് പണി തന്നു കേട്ടോ. നമ്മുടെ വണ്ടി നമ്മളെ ലുലുവിൽ പോയി കഴിഞ്ഞ് എന്തിനാ ലുലു പോയി എന്നറിയോ? നമ്മൾ ടി വി നോക്കാൻ വേണ്ടിയിട്ട് ലുലു പോയതാണ് കേട്ടോ. അപ്പോൾ അത് പോയി നോക്കി കഴിഞ്ഞപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഏതോ ദൈവത്തിൻ്റെ പോലെ ഒരാൾ കേട്ടോ, അത് സമ്മതിക്കണം, പരിചയമൊന്നുമില്ലാത്ത ഒരാൾ വന്നിട്ട് നമ്മുടെ വണ്ടിയുടെ അടുത്ത് വന്നിട്ട് ഏട്ടാ നിങ്ങളുടെ വണ്ടിയുടെ ഓയിൽ പോകുന്നുണ്ട് കേട്ടോ പറഞ്ഞു. അപ്പോൾ ഓയിൽ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു സൈഡിക്ക് ഏട്ടനാക്കിയിട്ടോ. അപ്പയ്ക്ക് എന്താ വണ്ടിയുടെ ഫുള്ള് ഓയിൽ പോയിക്കണേ. ഇല്ലെങ്കിൽ ഞങ്ങൾ ആ ടൗണിൽ വണ്ടികളുടെ ഇടയിൽ പെട്ട് കഴിഞ്ഞു വെച്ചാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്, പെട്ടുപോയേനെ. പക്ഷേ അവിടെ നിർത്തിയപ്പോഴും നമ്മൾ ഫാമിലി ആയിട്ട് പോണ് കണ്ടപ്പോഴേക്കും അവിടെയുള്ള ആൾക്കാർ വർക്ക്ഷോപ്പത്തെ ഇന്നലെ ഞായറാഴ്ച നമ്മൾ ലുലു മാളിൽ വന്നതാണ്. ലുലു മാളിക്കല്ല കേട്ടോ, എക്സിബിഷൻ നടക്കുന്നുണ്ട് പറഞ്ഞിട്ട് കുട്ടികൾ വരണമെന്ന് പറഞ്ഞിട്ട് വന്നതാ കേട്ടോ. അപ്പോഴേക്ക് നോക്ക് നമ്മുടെ വണ്ടിയുടെ ഓയിൽ ഫുള്ള് ലീക്കാവുക, ചോർച്ച അവിടെ ഫുള്ള് ലീക്ക് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ നമുക്കൊരു അതിഥീനെ കിട്ടിയതുണ്ടോ നമ്മുടെ പപ്പൂൻ്റെ പോലെ. അപ്പോൾ ഞങ്ങൾ ഈ ഇവിടെ ചാവടിക്കാൻ കയറിയപ്പോഴേ ഒരു കേക്ക് വാങ്ങിയതാ. അതിന് കൊടുത്തപ്പോൾ അവർ ഭയങ്കര പരിചയമായി കേട്ടോ അല്ലേ. പോയി കടന്നടാ നീ അവിടെ, നമ്മുടെ അവിടേക്ക് വരണ്ട കേട്ടോ നമ്മൾക്ക്. അപ്പോൾ നോക്കിയിട്ട് ഞങ്ങൾ എവിടെയും നിൽക്കുന്നറിയോ, ഒരു പെട്ടിയില്ലത് എവിടെയും സ്ഥലം എന്താണെന്നൊന്നും അറിയില്ല. പാലക്കാടാന്നറിയാം, എവിടെയെന്ന് അറിയണ്ടേ. ടോപ്പിൻ ടൗൺ അമ്മൂട്ടി എന്താ ചെയ്യുന്നില്ലേ. ഞങ്ങളിത് കഴിഞ്ഞിട്ട് വേണം എക്സിബിഷന് പോകാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. സുകന്യ അവരൊക്കെ വന്നിട്ടുണ്ട് പറഞ്ഞപ്പോൾ കുട്ടികൾക്കും പോകണം എന്ന് പറഞ്ഞിട്ടേ അമ്മ പോവുക പറഞ്ഞിട്ട് ഞങ്ങൾ 3:30 കേട്ടോ അവിടെ നിന്ന് വന്നത്. അവിടെ പോടാ, ഞാൻ നമുക്ക് തിന്നാൻ തന്നില്ലേ, നീ അടുപ്പിക്കോ ആട്ടോ. അങ്ങനെ ആരും തിന്നാൻ കൊടുക്കണ്ട മുട്ടി. നമ്മുടെയൊക്കെ പപ്പൂനൊക്കെ പരമ സുഖാലമ്മ. അവരിന്ന് ആരെങ്കിലും ഇങ്ങനെ ഇട്ട് കൊടുക്കണല്ലേ ഉള്ളൂ. അച്ഛനവിടെ ഷോപ്പുകാരനെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഏട്ടൻ്റെ അടുത്ത് കുറേ നേരമായിട്ട് ചോദിക്കണോ. ഇന്ന് ഞായറാഴ്ചയും കൂടി അല്ലേ, വർക്ക്ഷോപ്പിൽ നിന്ന് ആടെയും കിട്ടാൻ വഴിയില്ല. ഏട്ടാ അവിടെ റൂം എടുക്കേണ്ടി വരുമോ? എന്താ ചെയ്യും? ഓയിൽ കണ്ടോ പോയിക്കണത്? അത് നമ്മൾ വണ്ടിയിൽ വരുന്ന സമയത്ത് ഒരാൾ വന്ന് പറയുക ചെയ്തോട്ടോ, അല്ലെങ്കിൽ അതും കൊണ്ട് പോയിനാ. അതിന് 500 രൂപയുടെ എണ്ണ കഴിഞ്ഞു. എന്നിട്ട് വിചാരിച്ച് ചെയ്തു അത്ര എന്താ ഇങ്ങനെ എണ്ണ കഴിഞ്ഞു. അപ്പോൾ ഇത് എന്താ ഫുള്ള് അവർ തുറന്ന് വെച്ചിരിക്കുകയാണ്. ഇനി വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വന്നിട്ട് കാണട്ടോ. കണ്ടോ കേക്ക് കൊടുത്തത് കഴിക്കണുണ്ടോ? ഇനി നമ്മുടെ കൂടെ വരുമോ മറ്റും ചെയ്യോ? വണ്ടിയിൽ നിന്ന് ഓയിൽ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണേ. അതാ പെട്ടിരിക്കുമ്പോ എങ്ങനെ ചിരിക്കാൻ പറ്റും? ചിരിക്കാതെ അപ്പൊ ഓയില് കുറച്ചുള്ളൂ. വണ്ടി ശരിയായി അച്ഛാ, വണ്ടി ശരിയായി.
ഞങ്ങളവിടെ അമ്മ കണ്ടിട്ടില്ലല്ലോ കോട്ടമൈതാനം. കോട്ട മൈതാനത്തേക്ക് പോവാ. എന്തായാലും നാട്ടുകാരോട് ഇടപെട്ട് നമ്മൾ ആരാന്നും അവർക്കറിയില്ല, അതന്നെ വലിയ കാര്യം. നാട്ടുകാരൊക്കെ ഇടപെട്ട് എന്തായാലും അവിടുന്ന് കഴിച്ചിലാക്കി തന്നു. പിന്നെന്താ, പിന്നെ കിച്ചുവിനും മോനും അച്ഛനൊക്കെ ഭയങ്കര സങ്കടം കേട്ടോ. എവിടേക്കെങ്കിലും പോകണോ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോവാറില്ലല്ലോ. ഇന്നലെ പിന്നെ എവിടേക്കും പോകാൻ പറ്റിയില്ല, എവിടേക്കും പോകാൻ പറ്റിയില്ല. പിന്നെ സുകന്യൊക്കെ പറഞ്ഞ വെച്ചാൽ അവളുടെ വീട്ടിൽ പോകുമ്പോൾ അമ്മയും അവരെന്നല്ല ആ സമയത്ത് പാലക്കാട് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ എക്സിബിഷന് അവർ കയറിയിരിക്കണു. അപ്പോൾ എക്സിബിഷനും കവയ്ക്കൊക്കെ പോയിക്കണു കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊന്നും കൂടി ഒരു വിഷമമായി. ഞങ്ങൾ മാത്രം എവിടേക്കും പോയില്ല, ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോയത്. ഇത് കഴിഞ്ഞിട്ട് നേരെ അവിടേക്ക് പോകുന്ന വഴി വണ്ടി കേടുവന്നു. പിന്നെ ഇന്നലെ നല്ല തിരക്കായിരുന്നു ഇത്ര എക്സിബിഷന്. ഇനി എന്തായാലും ഇനി പോയി വെക്കണം ഒരു ദിവസം. നമ്മൾ കുട്ടികളെയും കൊണ്ട് പൊതുവെ അങ്ങനെ എങ്ങോട്ടും പോവാറില്ല കേട്ടോ. ഒറ്റയ്ക്കൊക്കെ ആയിട്ട് ഞങ്ങൾ 5 ആളൊക്കെ ആയിട്ട് അപൂർവമായിട്ടേ പോവാറുള്ളൂ അല്ലേട്ടാ. അപ്പം ഇന്നലെ അമ്മ അല്ല പറഞ്ഞത്, അച്ചുട്ടി പിടിച്ച് വലിച്ച് അച്ഛമ്മാവായോ പറഞ്ഞ് പിടിച്ച് വലിച്ച് കൊണ്ടുപോയതാണ്. ഇനി എന്താ അതിന് വണ്ടി എന്താണെന്നറിയോ, കുറേ വർഷം പഴക്കമുള്ള വണ്ടിയല്ലേ. പിന്നെ അത് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പം നിർത്തി കുറച്ചായിട്ടേ ഉള്ളൂ കേട്ടോ. എത്ര പൈസ ഇറക്കിയെന്നറിയോ. ഇനി ഈ വണ്ടി ഇങ്ങനെ പിന്നെന്താ, അത് ശരിയാ. നമുക്ക് മീറ്റർ കേടായിട്ട് വണ്ടിയിൽ എണ്ണീണ്ടെന്ന് ഓടി ഓടി അവസാനം അതോ ഈ വണ്ടിയിൽ കാണിക്കുകയും ചെയ്യാം, വണ്ടിയിൽ തുള്ളി എണ്ണയില്ല എന്ന് പറഞ്ഞാൽ ഈ ചെയ്യണ സമയത്തൊക്കെ അല്ലേ ഞാനും അതിലുണ്ടാവും, ഞാൻ കുട്ടികളും ഉണ്ടാവും. അങ്ങനെ ചെയ്യുമ്പോൾ അല്ലേ ചില സമയത്തൊക്കെ നമ്മൾ റോട്ടിൽ നിന്നിട്ട് തള്ളിയിട്ട് ഒരു സൈഡിലേക്ക് ആക്കണ്ടേ. അപ്പോൾ തള്ളിക്ക് ഇട്ട് വേണം ഒരു സൈഡിലേക്ക് ആക്കാൻ. അപ്പം അങ്ങനെയൊക്കെ കേട്ടോ. അങ്ങനെയൊക്കെയെന്ന് മാത്രമല്ല, ഇതിപ്പോൾ നമ്മൾ ഇന്നലെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ. ആ സമയത്ത് കൃത്യമായിട്ട് അവിടെയുള്ള ഒരു ഇടപെടുകൊണ്ട് ആള് മനുഷ്യനില്ലാത്ത സ്ഥലത്താണ് പെട്ടു. മാളില് കുറച്ചു നേരം കൂടി നിന്നാതിയായിരുന്നു, ലൂലുല് കുറച്ചും കൂടി നിന്നാതിയായിരുന്നു പറഞ്ഞിട്ട് അവിടെ ടിവിക്കൊക്കെ ഈ ന്യൂ ഇയർ ആയിട്ട് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നേ. ഞായറാഴ്ച ദിവസം നല്ല ഓഫറാണെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒന്ന് പോയി നോക്കിയതാണ്. പിന്നെ നല്ല തിരക്ക് ഇന്നലെ കേട്ടോ, ഞായറാഴ്ച ആയതും കൊണ്ടായിരിക്കാം. എന്താ കുറച്ച് നേരം നിന്ന് നമ്മൾ പോന്നു. പിന്നെ നമുക്ക് ഈ ഫങ്ഷൻ്റെ സമയത്ത് നമ്മുടെ കുടുംബങ്ങൾ ഇപ്പോൾ മേമയുടെ അമ്മായിയുടെ അതേപോലെ അനിയന്മാരൊക്കെ പൈസ തന്നിരുന്നു കേട്ടോ. അവരിങ്ങനെ ഓരോരുത്തർ ഓരോന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് തന്നിരുന്നു. ഇനി സതിയേട്ടനും പെങ്ങളും ഫ്രിഡ്ജ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഒരാളുടെ പൈസയ്ക്ക് നമുക്ക് ഫ്രിഡ്ജ് വാങ്ങാമല്ലോ അല്ലേ, ഒരാളുടെ അങ്ങനെ ഓരോന്ന്. അപ്പം നമുക്ക് ആ സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് പൈസയായിരുന്നു ആവശ്യം. നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ട് പറഞ്ഞു വെച്ചാൽ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടത്തണമല്ലോ. അതിൽ പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് പൈസ ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിന് വേണ്ടി പോയി. അപ്പോൾ പോയിട്ട് നമ്മൾ ടി വി എടുത്തിട്ടുണ്ട് കേട്ടോ. ടി വി ഇന്ന് കൊണ്ടുവരാന്നല്ലേ പറഞ്ഞ്, കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം. ടി വി എടുത്തിട്ടുണ്ട്. എന്താ ഞങ്ങൾ എപ്പോഴും ഈ പിന്നെ ഫ്രിഡ്ജൊക്കെ പറഞ്ഞു വെച്ചാൽ ഒരു കട ഉണ്ട് കേട്ടോ, ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ. അതിൽ ചെറിയ എന്തെങ്കിലും സ്ക്രാച്ചൊക്കെ വീഴും, എന്നാലും അത് കാണുന്ന ഭാഗത്തൊന്നും ആയിരിക്കില്ല. ഇവിടെയുള്ള ഫ്രിഡ്ജ് എടുത്ത അതേ കട. ഇതന്നെ ചെറിയ സാധാ ഷോപ്പത്തേക്കാട്ടിലും വില കുറവിൽ കിട്ടുന്ന ഒരു കടയുണ്ട്. ചെറിയൊരു ഡാമേജ് ഉണ്ടാവും അവിടെ. ഇല്ല, സാധനം ഇല്ല അവിടെ. ഞാൻ കണ്ടില്ല. ഗുപ്പി ഗ്ലാസ് പൊട്ടി. ഗ്ലാസ് അല്ല കേട്ടോ, പ്ലേറ്റ്. ഇത് പൊട്ടണതല്ലേ കുഴപ്പം, പൊട്ടിയത് എവിടെ വയ്ക്കുക. ഇതതിന് എത്ര കൊല്ലായില്ലമ്മ, കുറേ കാലമായി. ഞാനവിടെ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ അമ്മ ഇവിടെ വന്നിട്ട് അടിക്കായിരുന്നു കേട്ടോ. അതവിടെ അടിക്കുന്നത്. ഇനി തുടച്ചിടണം, ഇവിടെ ഒന്ന് തുടയ്ക്കാനുണ്ട്. പിന്നെ നമ്മളില്ലേ പാത്രങ്ങൾ വാങ്ങിയിട്ടാ. എന്താ ചോറ് വയ്ക്കണ്ടേ, ചോറ് വയ്ക്കുമ്പോൾ ഊറ്റാൻ നിങ്ങളിതല്ലേ പറഞ്ഞത് ചോറ് ഊറ്റാൻ പറ്റുന്ന പാത്രം എന്നുള്ളത്.
ഈ ഒരു പാത്രം വാങ്ങിട്ടോ. ഈ ഒരു പാത്രത്തിനില്ലേ 650 രൂപ അല്ലേ? 650 രൂപ പാത്രത്തിന്. പിന്നെ കയ്യിൽ നമ്മൾ ചോറ് വയ്ക്കണം പാത്രം ഇതുവരെ. പിന്നെ ഒരു തട്ട് കേട്ടോ. പിന്നെ ചായ വയ്ക്കുന്ന അരിപ്പ് വാങ്ങി. ഈ ചട്ടുകൊക്കെ വാങ്ങണം അല്ലേ? ചട്ടുക അത് പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ചോറ് വയ്ക്കാനുള്ളൊരു ചെമ്പ് വാങ്ങിയത് ഇതാണ് കേട്ടോ. കണ്ടില്ലേ? 5 നാഴി അരി, ഇടങ്ങാഴി അരി വെക്കാന്ന് പറഞ്ഞു. അപ്പം അത് വാങ്ങിയതാ. എന്താ വെച്ചാൽ നമുക്ക് ചോറ് വയ്ക്കുമ്പോൾ ഉണ്ട്. റിങ്ങിലോ? ഓ വേണ്ടോ ഇങ്ങനെ വെച്ച് ഒട്ട് നിർത്തി ഇരിക്കാമല്ലോ അല്ലേ? ഇത് വാങ്ങിയിട്ട് അത്രേ വാങ്ങിയുള്ളൂ. ഇതിൻ്റെ ചെറുത് എനിക്ക് എൻ്റെ കയ്യിലുണ്ട്. അതായിരിക്കുന്നുണ്ടോ ചോറ് വയ്ക്കാനുള്ളത്. ചെറുതൊന്നുണ്ട്. പിന്നെ ചായ അരിപ്പാണ് വേണ്ടത്. ഞാൻ തുടച്ചോളാം ഇവിടെ. ഇപ്പോൾ ചായ അരിപ്പയും വാങ്ങി. പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കുപ്പിപ്പാത്രങ്ങളും കൂടി ഉണ്ട്. ഇനി ഒരു സ്റ്റീൽ പാത്രത്തിൽ ചോറ് വയ്ക്കുന്നത് നല്ലതാണോ? നമ്മളിവിടെ അലുമിനിയം പാത്രമാണ് കേട്ടോ. അതാണ്ടോ ഇതൊന്ന് ചെറുതുണ്ട് കേട്ടോ. ഇത് ചോറ് വെക്കണമെങ്കിൽ ഇതൊന്നുണ്ട്. പിന്നെ ഇത് സുഗന്യയുടെ പാത്രം കേട്ടോ. ഇതേപോലത്തെ ഒരു പാത്രം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്ര ദിവസമായിട്ട് നമ്മൾ ചോറ് വയ്ക്കാനുള്ള പാത്രം അടക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കേട്ടോ ചോറ് വയ്ക്കാനുള്ള പാത്രം വാങ്ങി. ബുധനാഴ്ച ഇവർ മലയ്ക്ക് മാലടാണ്, കുട്ടികളും ഏട്ടനും ഒക്കെ പാടെ. അപ്പം നമുക്ക് അപ്പം മുതൽ സുകന്യയ്ക്ക് അപ്പോഴേക്കും പറ്റാണ്ട് അവൾക്ക് ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് അവൾക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഇവിടെ വയ്ക്കുക. നമ്മൾ മലയ്ക്ക് മാലിടുന്ന സമയത്ത് ഇവിടെ വയ്ക്കുക വിചാരിച്ചാൽ നമ്മൾ വിചാരിച്ചൊന്നും നടക്കില്ല. എന്താണോ നടക്കുന്നത് അത് നടക്കുക തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പം ഇനി ഇവർ 17-ാം തീയതി പോവും. 17-ാം തീയതി ലോണ് 17-ാം തീയതി ഒരു കാണിപ്പാട്ടുണ്ട്. 17-ാം തീയതി നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് കാണിപ്പാട്ട് ആഘോഷമുണ്ട്. കാണിപ്പാട്ടും ഒരു ആഘോഷമൊക്കെ. കാണിപ്പാട്ടുണ്ട്. കാണിപ്പാട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അറിയണ്ടാവില്ല എന്താ കാണിപ്പാട്ട്. അയ്യപ്പൻ പാട്ട് ഉണ്ട് കേട്ടോ. അയ്യപ്പൻ വിളക്കിൻ്റെ ഒക്കെ ഉണ്ടാവുന്ന ഒരു പാട്ട്. പുതിയ വീട്ടിൽ വെച്ചിട്ടായിരിക്കും. ചെറിയൊരു അയ്യപ്പൻ വിളക്ക് പറയും. അത് എന്താ വെച്ചാൽ അത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നിൽക്കണ്ട്. കാണിപ്പാട്ട് കഴിഞ്ഞ് കെട്ടുന്നച്ച് അങ്ങനെ പോകാന്നാണ് പ്ലാൻ. ഇപ്പോഴെന്താ വെച്ചാൽ നമ്മുടെ പുതിയ വീട്ടിലാവുമ്പോൾ എല്ലാം നല്ല വൃത്തിയിൽ കിടക്കണുണ്ടല്ലേ. ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ പുതിയ വീടൊക്കെ വൃത്തികേടാവുള്ളൂ കേട്ടോ. അപ്പം അത് കാരണം നമുക്ക് ഇപ്രാവശ്യം അത് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത പ്രാവശ്യം ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പം നാളെ നല്ല വിശേഷം. പറ്റാതെയല്ല, അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്ക് പിന്നെ ഈ വൃത്തി കിട്ടില്ല. ഇവിടെ മോട്ടർ നടക്കണം. അവിടുത്തെ രാധ എടുത്തിട്ട് കൊടുത്ത് ഞാൻ തുടയ്ക്കാമ്മ. ഇനി ഇതൊക്കെ മാറ്റി മക്കള് ആ മുണ്ട് പറയണ്ടേ. ഇതിൽ എത്ര നാഴി അരി വയ്ക്കാൻ പറ്റുമമ്മ? ഇതിൽ 2 നാഴി അരി വയ്ക്കാൻ പറ്റുമോ? നാഴി വയ്ക്കാൻ പറ്റുള്ളൂ. ഈ അനിയേട്ടൻ എന്താണെന്നറിയില്ല, അലുമിനിയം വേണ്ടാന്ന്. അലുമിനിയത്തിന് ചെറിയ അടപ്പ് കൊണ്ടുവരും. അടപ്പ് ചെറുത് കൊണ്ടുവരും. അടപ്പ് ചെറുത് വേണ്ടിവരുന്നേ ഉള്ളൂ. അല്ലേ? കൈ കൊള്ളില്ല പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് ചെറുത് ഒന്ന് വലുത്. എന്താണെന്നറിയാം, എല്ലാവരും പാടെ ഉണ്ടാവുമ്പോൾ വലിയ ചെമ്പിൽ ചോറ് വയ്ക്കുക. മറ്റേതാവുമ്പോൾ ഇതിലും വലുതുണ്ട്. ചോറും ചെമ്പല്ല, അതേപോലത്തെ ഒരു ചെമ്പുണ്ട്. അന്ന് പാല് കാച്ചുന്ന സമയത്ത് കണ്ടില്ലേ മായ ചേച്ചി തന്നതേ. ഇതിലും വലുതുണ്ട്. അത് 2-2.5 നാഴി അരിയൊക്കെ. ഏട്ടൻ അലുമിനിയ പാത്രം വേണ്ട, അലുമിനിയ പാത്രം വേണ്ട, കഴിക്കാൻ പാടില്ലെന്ന് എല്ലാവരും പറയണു. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് അവിടെ അവിടുന്ന് പിന്നെ അത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഇവിടേക്ക് പുതിയത് വാങ്ങുമ്പോൾ സ്റ്റീലുണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ പഴയതുകൾ കളയാനും നമുക്ക് തോന്നാണ്ട്. അപ്പോൾ പുതിയത് എന്തായാലും പുതിയതൊന്ന് വാങ്ങി നോക്കാം. അതുകൊണ്ട് കുഴപ്പമില്ലെങ്കിൽ ഇങ്ങനെ പോട്ടെ. സ്റ്റീൽ വേഗം പൊട്ടുന്നൊക്കെ പറയുന്നൊക്കെയുണ്ട്. വാതിൽ കുറ്റിയിട്ടുണ്ട്. സ്റ്റീൽ ഇനിയിപ്പോൾ എന്ത് രീതിക്ക് സ്റ്റീൽ എന്ന് പറയാൻ പറ്റില്ലല്ലോ. പൊട്ടി വരുന്നൊക്കെ കണ്ടറിയാം. അപ്പോഴേ
ഞാൻ തുടയ്ക്കാം. പെനോയിൽ ആ ബാത്റൂമിൻ്റെ ഉള്ളിലുണ്ട്. ബാത്റൂം കൊതുകൾ ഇല്ലേ, ഇവിടുത്തെ കൊതു വലിയ വലിയ കൊതു കേട്ടോ. അതാ കണ്ടോ കൊതു നിൽക്കണോക്കാ വെള്ളത്തിൽ കണ്ടോ, എത്ര വലുത് നോക്കിയേക്കാ. എന്താ ഈ കൊതു ഇങ്ങനെ വരുന്നാണോ അല്ലേ, കണ്ടോ ഓരോന്ന് നമ്മളെ തിന്നും. കാക്കട വലിപ്പുണ്ടല്ലേ. കൊതു ആ ബാറ്റ് വാങ്ങേണ്ടി വരും തോന്നുന്നല്ലേ, നിറച്ച് കൊതു ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോഴേ ഈ വീടിനില്ലേ നമ്മൾ പല കളറുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഇതാ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു പച്ച ലൈറ്റ് പച്ചല്ലേട്ടത്, ഒരു ലൈറ്റ് പച്ച കളർ കൊടുത്തിട്ടുണ്ട്. അതല്ല കേട്ടോ, ഇവിടെ അതേ ഈ സെയിം കളർ കുറച്ചുകൂടെ മാറ്റുള്ള, ഇവിടെ ആ സെയിം ലൈറ്റ് ആണ് കേട്ടോ. ഈ ചുമരും കൊടുത്തിട്ടുണ്ട്. ആകെ കുറച്ച് ഭാഗമല്ലേ വന്നുള്ളൂ, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും ഈ പെയിൻറ്റിൻ്റെ കളർ ഭയങ്കര ഇഷ്ടമായിരിക്കണോ. ഇതാണ്ടോ ഈ കളറ് ഒരു മഞ്ഞ കളറാണ് കേട്ടോ, മഞ്ഞ. അതേപോലെ തന്നെ നമ്മുടെ ഈ റൂം കണ്ടില്ലേ, ഈ റൂമിലൊരു കാക്കി കളറാണിത് കണ്ടോ. ഇവിടുത്തെ ജനലൊക്കെ തുറന്നിടാം, രാത്രി ആകുമ്പോൾ അടച്ചിട്ടാൽ പോരെ, ഒരു കാറ്റ് പൊളിച്ചൊക്കെ കൊള്ളട്ടെ. കൊതു അല്ലാതെ വരുന്നുണ്ട്. ഈ അടച്ചു പൂട്ടിയിട്ടൊരു വീട് എന്തിനാ വെക്കുന്നത്. അപ്പോൾ ഇതൊരു കളർ വരുന്നുണ്ട് കേട്ടോ. ഏത് കുട്ടികളെ അത് തിരുമ്പാൻ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളതൊക്കെ അതിന് പറഞ്ഞ അവരോട് ചെയ്താൽ അവർ ചെയ്യണ്ടേ. അതാ ഇവിടെ മേശ തുടക്കണം കേട്ടോ. പിന്നെ ഇവിടെ ഇതില്ലേ, ഇതൊരു കളറാണ് കേട്ടോ. ഇത് ഒരു ആഷ് കളർ എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലേ. എനിക്കും കളർ എന്താന്ന് അറിയില്ല കേട്ടോ. ഇതാണ്ടോ ഇതില് നമ്മുടെ കഥകളി കിച്ചുന്നലെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. ഇത് നമുക്കിവിടെ ഒരിടത്ത് വെക്കണം, നെറ്റിപ്പട്ടൊക്കെ. അതിനുള്ള ആ സംഭവം വന്നിട്ടില്ല അല്ലേ, അത് വന്നിട്ട് വേണം. പിന്നെ നമ്മുടെ ഈ റൂമിനില്ലേ, ഈ റൂമിൽ നീലമയാണ്, ഫുള്ള് നീലമയം കണ്ടില്ലേ. ഇത് എൻ്റെ കെട്ടിയവന് ഇഷ്ടമുള്ള കളറാട്ടോ നീല. ഞാൻ എപ്പോഴും പറയാറില്ലേ, നീല ബെഡ്ഷീറ്റ്, നീല പുതപ്പ്, നീല ചവിട്ടി എന്താ. പിന്നെ അതവിടെ കൈ എഴുകണതിൻ്റെ അവിടെ നീല കളറ് ടർക്കി, ഇതിൻ്റെ ഉള്ളിൽ കുളിക്കണോടത്ത് നീല കളറ് ടർക്കി. അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ അങ്കപ്പാട്. എന്താ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ട് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഈ ബെഡ്ഷീറ്റ് 240 രൂപയെ മറ്റേ ഉള്ളൂ ഈ ബെഡ്ഷീറ്റിന്. പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റാണ് ചേട്ടാ. ക്വാളിറ്റി ഉണ്ട്, കാരണം നമ്മുടെ വലിയ കട്ടിലിന് പറ്റിയതാണ്. പിന്നെ എല്ലാവരും ചോദിച്ചിരുന്നു ഈ കട്ടിൽ തല തിരിച്ചിട്ടിട്ട് നിങ്ങൾക്ക് കിടക്കാൻ പറ്റുമോ. തല തിരിച്ചിട്ടിട്ട് എങ്ങനെയാ നമ്മളിത് തല തിരിച്ചിട്ട് കിടക്കുമ്പോൾ പടിഞ്ഞാട്ട് തല വെച്ച് കിടക്കേണ്ടി വരും. അല്ല ഈ കട്ടില് ഇങ്ങണ്ട് ഇതിന്റെ കട്ടിലിന്റെ ഇവിടെ അല്ലേ ഈ ഫ്രണ്ട് വശല്ലേ, ഫ്രണ്ട് വശം ഇങ്ങോട്ട് ആക്കുക, ബേക്ക് വശം ആക്കിയിട്ട് നമ്മൾ ഇവിടെ തല വെച്ചിട്ട് കടന്നോടെ. ഞാൻ പറഞ്ഞു ഞങ്ങളാക്കി കഴിഞ്ഞാൽ പടിഞ്ഞാറ് വശത്തേക്ക് തല വെച്ചിട്ട് പറഞ്ഞേ, അങ്ങോട്ട് തല വെക്കല്ലേ പറഞ്ഞതേ, കാല് വെച്ച് കിടക്കുക. ഇവിടെ ഇതേപോലെ തന്നെ സെയിം നമ്മളിപ്പോ ഈ കട്ടില് അങ്ങോട്ട് തിരിച്ചിട്ട് കഴിഞ്ഞു വെച്ചാല് തല വെച്ച് കിടക്കാനല്ലേ. അപ്പൊ അവിടെ തല വെച്ച് കിടക്കുമ്പോ പടിഞ്ഞാറ് തല വെച്ച് കിടക്കണം ആയില്ലേ, അത് പടിഞ്ഞാറ് ഭാഗമാണതേ. അതല്ലേ ഏട്ടാ ഞാൻ പറഞ്ഞ. ഇപ്പൊ ഈ കട്ടിലില്ലേ, ഈ കട്ടിൽ ഇങ്ങോട്ട് ഇങ്ങനെ തിരിച്ച് ഇവിടേക്ക് വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇതേപോലെ ഇങ്ങോട്ട് വെക്കുമ്പോ ഈ ഭാഗം ഇവിടേക്ക് വന്നില്ലേ, ഈ ഭാഗം അങ്ങോട്ട് പോയില്ലേ, എന്നിട്ട് അവിടുന്ന് നമ്മൾ കിടക്കണ പോലെ കടന്നോട് തല വെക്കല്ല, അവിടേക്ക് കാല് വെച്ചിട്ട് കിടക്കണ പറ. അങ്ങനെ കാല് വെച്ചിട്ട് അപ്പൊ ഇതിക്കല്ലേ കാല് തല വെച്ചിട്ട് എന്നല്ലേ പറയണേ, തല വെച്ച് കിടക്കുമ്പോ പടിഞ്ഞാറോട്ടായി. അതാ കാല് വെച്ചിട്ട് കിടക്കാൻ പറ്റില്ലേ. അപ്പൊ കട്ടില് മാത്രം നേരാവും, കിടത്തും തലതിരിഞ്ഞിട്ടാവും. അപ്പൊ ഇത് കട്ടില് ഹെഡ് ബോർഡ് ഫുട് ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് തലഭാഗം, അത് കാൽഭാഗം. ഇത് ഇങ്ങനെ തിരിച്ചു വെക്കാൻ പറ്റില്ല. രീതിക്ക് വളരെ രീതിക്ക് വേണമെങ്കിൽ കട്ടില് കാണാൻ പാകത്തിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ കിടക്കാം. പിന്നെ അതുകൊണ്ട് ദോഷമൊന്നുമില്ല. ഈ കട്ടില് ഇങ്ങനെ തിരിച്ചിടാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ചിടാൻ നമുക്ക് ഇവിടെ സ്ഥലമില്ല. അങ്ങനെ തിരിച്ചിടാൻ പറ്റില്ല, അതിനുള്ള സ്ഥലമില്ല നമുക്ക്. ഇങ്ങനെ ഈ കട്ടിൽ ഇവിടെ വെക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ പണി ഇങ്ങനെയാണ് കേട്ടോ. അതും കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് അല്ലേ. അതെ, അല്ല തിരിച്ചിട്ട് ഈ പറഞ്ഞ വേണമെങ്കിൽ തിരിച്ചിട്ടൊക്കെ ചെയ്യാം. പക്ഷെ അത് അങ്ങനെ കട്ടില് കിടക്കുമ്പോ തലരിഞ്ഞ് കിടക്കേണ്ടി വരും. തലഭാഗത്തേക്കും കാലുഭാഗത്തേക്കും. അത് കുറെ പേര് അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോഴേ നമ്മുടെ വിശേഷം നിർത്തട്ടെ.
നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ. തുടയ്ക്കലും കുറേ പൊടികളൊക്കെ ഉണ്ട് കേട്ടോ തട്ടാൻ. വേഗം പൊടിയാവണം അറിയണുണ്ടല്ലേ, അറിയണം കൂടി ഇല്ല. അപ്പം നമ്മളതൊക്കെ നോക്കട്ടെ കേട്ടോ. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. എനിക്കാണെങ്കിലോ ഇത് ജനലുകളൊക്കെ അടച്ച് പൂട്ടിയിട്ടാക്കി ദേഷ്യം വരുള്ളൂ. ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് ഞാൻ വാതിലും കൂടി അടയ്ക്കാൻ ഇരിക്കില്ല കേട്ടോ. ഇപ്പം എന്താണെന്നറിയോ, നല്ല കൊതുണ്ട് ഇവിടെ നിന്ന്. അപ്പം അത് കാരണം ചെയ്താണ്. ഇനി നമുക്ക് കർട്ടൻ നോക്കണം. ഇപ്പം ഇല്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. കർട്ടൻ്റെ പരിപാടി എന്തെങ്കിലും നോക്കണം അല്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു വെച്ചാൽ ആൾക്കാർ ഇങ്ങനെ സാരിയും കൊണ്ട് ഇത്രയും നല്ലൊരു വീട്ടിൽ സാരിയും കൊണ്ട് ചെയ്യാൻ പറ്റും പറഞ്ഞില്ലേ. ഇവിടെയൊക്കെ നീലമയം കൊണ്ട് ആറാട്ടാവും ഇവിടെ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി തുടയ്ക്കുകയൊക്കെ ചെയ്യട്ടെ. നാളെ കാണാം. ബൈ, സീ യു.